ഹലോ, എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു ഫ്രെയിമിൻ്റെ ഗ്ലാസ് വെച്ചിട്ട് അതിൽ ഗ്ലാസ് പെയിൻറ്റ് ചെയ്ത് അതിനെ ഫ്രെയിമിലേക്ക് ഫിക്സ് ചെയ്ത് വെക്കുന്ന ഒരു ക്രാഫ്റ്റ് ഐറ്റമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് ഇങ്ങനെ ഗ്ലാസ് എടുക്കാം, നല്ല വൃത്തിയാക്കി തുടച്ച് ഉണങ്ങിയ ശേഷം ഒരു ഡിസൈൻ പാറ്റേൺ എടുത്ത് ഗ്ലാസിൻ്റെ അടിയിൽ ഇങ്ങനെ വെക്കാം. ഗ്ലാസ് പെയിൻറ്റിങ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പെയിൻറ്റ് ചെയ്യുന്നത്. പെയിൻറ്റിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു ഔട്ട്ലൈൻ വരയ്ക്കുന്ന ട്യൂബ് ഉണ്ടാവും. അതിൻ്റെ ടോപ്പ് മാറ്റിയിട്ട് അതിൻ്റെ നോസിൽ ഫിറ്റ് ചെയ്ത് പിന്നെ മെല്ലെ മെല്ലെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഔട്ട്ലൈന് വരയ്ക്കാം. ബിഗിനേഴ്സിന് പോലും ഇത് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. വരയ്ക്കാനൊന്നും നന്നായി അറിയാത്തവർക്കും നല്ല രീതിയിൽ തന്നെ ഇത് ഭംഗിയായി ചെയ്തെടുക്കാൻ സാധിക്കും. ഇതുപോലെ ഡിസൈന് ഫുള്ളായിട്ട് ഔട്ട്ലൈൻ വരച്ച് കംപ്ലീറ്റ് ചെയ്യാം. റൂംസൊക്കെ മേക്ക് ഓവർ ചെയ്യുമ്പോൾ വാൾ ഹാങ്കേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ടേബിൾ ഡെക്കോർ ഐറ്റംസ് ആയിട്ടോ ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇത് ഡ്രൈ ആവാൻ അനുവദിക്കാം. ഇതുപോലെയായിരിക്കും ഔട്ട്ലൈന് വരുന്നത്. ഇനി നമുക്ക് ഈ ഡിസൈനിൻ്റെ ഉള്ളിൽ കളർ ഫില്ല് ചെയ്യണം. ഇതുപോലെ 6 ഷെയ്ഡ്സുള്ള കളറിൻ്റെ പെയിൻ്റാണ് ഞാനിത് യൂസ് ചെയ്യുന്നുള്ളത്. ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഗോൾഡൻ യെല്ലോ കളറാണ് സെലക്ട് ചെയ്തത്. ഈ ഡിസൈനിൻ്റെ ഉൾവശം മുഴുവനായിട്ടും ഈ ഗോൾഡൻ യെല്ലോ കളർ വെച്ചിട്ട് ഫില്ല് ചെയ്യാനാണ് പോകുന്നത്. എയർ ബബിൾസ് വരുന്നുണ്ടെങ്കിൽ ഒരു മുട്ട് സൂചിയോ സേഫ്റ്റി പിന്നോ മറ്റോ ഉപയോഗിച്ച് ആ ബബിൾസിനൊന്നിങ്ങനെ ഉടച്ചു കൊടുക്കുക. അപ്പോൾ അത് നീറ്റായിട്ട് വരുന്നതായിരിക്കും. ഇത് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസൊക്കെ പിന്നെ ആ പാക്കറ്റിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഫില്ലിങ് കളേഴ്സിലും അതെ നോസിൽസ് ഉണ്ടാവും. ടോപ്പ് മാറ്റിയാൽ അതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ എല്ലാ ഭാഗത്തും ഈ കളർ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കളർ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു കളർ വെച്ചിട്ട് തന്നെയാണ് ഈ ഫുൾ ഡിസൈനും ചെയ്യുന്നത്. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വേണ്ട രീതിയിൽ പിക്ചേഴ്സും കളേഴ്സും ഒക്കെ സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഡിസൈൻ കംപ്ലീറ്റ് ആയി. ഫുള്ളും ഔട്ട്ലൈനിൻ്റെ ഉൾവശം ഞാൻ ഈ ഗോൾഡൻ യെല്ലോ കളർ വെച്ചിട്ട് ഫില്ല് ചെയ്തു. ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ കളറൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇങ്ങനെയായിരിക്കും എൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക്. ഇനി ഈ ഗ്ലാസ്സിനെ അടിയിലായിട്ട് ഒരു വൈറ്റ് കളർ പേപ്പറാണ് ഞാൻ വെക്കുന്നത്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ വരച്ച ഭാഗം അടിവശത്ത് പേപ്പറിൻ്റെ മുകളിലായിട്ട് വരുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. പെയിൻറ്റ് ചെയ്ത ഭാഗം അടിവശത്തായിട്ട് പേപ്പറിൻ്റെ മുകളിൽ വെക്കണം. എന്നിട്ട് ഈ ഫ്രെയിമിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെയായിരിക്കും ഫൈനൽ ഔട്ട്ലുക്ക്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.